ഈശോയുടെ ഞാൻ പുസ്തകം എഴുതാനൊന്നും ഇതിനു മുമ്പ് ശ്രമിച്ചിട്ടില്ല. മറ്റ് ജോലികളൊക്കെ ഏൽപ്പിച്ചു തന്നതുകൊണ്ട് ആ ജോലികളിൽ വ്യാപൃതനായിട്ട് പോകുമ്പോൾ പുസ്തക രചനയ്ക്കുള്ള ഒരു സാവകാശമോ ഒന്നും ലഭിച്ചിരുന്നില്ല. എന്നാൽ എൻ്റെ ഈ ചിന്ത ഇപ്രകാരം വന്നപ്പോൾ ഇതെങ്ങനെ എല്ലാവരിലേക്കും ഒന്ന് കൊണ്ടുവരണം, എവിടെയും വിളിച്ചു പറയണം, അതാണ് എൻ്റെ ആഗ്രഹം. യേശു മിശിഹ പറഞ്ഞിട്ടുള്ള ഈ ലോകത്തിലുള്ള സകല പ്രശ്നങ്ങൾക്കും കാരണം യേശുവിൻ്റെ സർവ്വലോകത്തെയും സ്നേഹിക്കുന്ന ആ നിയമം, ദൈവത്തെ സ്നേഹിക്കുക, പരസ്പരം സ്നേഹിക്കുക എന്ന നിയമം അനുസരിക്കാതെ ജീവിക്കുന്നതാണ്. യുദ്ധങ്ങളുടെ കാരണമതാണ്. ഒരു രാജ്യത്ത് പാവപ്പെട്ടവരെ അവഗണിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, ഗവൺമെൻറ്റുകൾ എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കാതെ കാശിൻ്റെ പുറകെയും അതുപോലെ അധികാര പ്രമത്തതയുടെയും ഒക്കെ ഇതിൽ ജീവിക്കുമ്പോൾ പാവങ്ങൾ അക്ഷരാർത്ഥത്തിൽ അവഗണിക്കപ്പെടുകയാണ് ഈ ലോകത്തിൽ. ഇവിടെ മാത്രമല്ല, ഈ ലോകത്തിൻ്റെ സകല ഭാഗത്തുമുണ്ട് ഈ പ്രശ്നങ്ങൾ. അത് മാറണമെങ്കിൽ ഈ ലോകത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ സുന്ദര പ്രഭാതമായിട്ട് ഈ ലോകത്തിൽ വിരിഞ്ഞു വന്നിരിക്കുന്ന യേശു മിശിഹ, അവിടുത്തെ പ്രബോധനങ്ങൾ, അവിടുന്ന് പരസ്പരം നമ്മുടെ ജീവിതത്തെ, പ്രപഞ്ചത്തിലെ മനുഷ്യ മക്കളുടെ ജീവിതത്തെ സുന്ദരമാക്കുന്നതിന്, സന്തോഷപ്രദമാക്കുന്നതിന് വേണ്ടി പറഞ്ഞിട്ടുള്ള ഈ തത്വങ്ങളും അതുപോലെ തന്നെ നിയമങ്ങളും പ്രാവർത്തികമാക്കാൻ ഗവൺമെൻറ്റുകളും എല്ലാ ഏജൻസികളും കുടുംബങ്ങളും വ്യക്തികളും സമൂഹങ്ങളും പരിശ്രമിച്ചേ തീരും. ഈ കാര്യം വിളിച്ച് ലോകത്തോട് മുഴുവൻ പറയുന്നതിന് വേണ്ടി യേശു എൻ്റെ ഹൃദയത്തിൽ തോന്നിച്ച ഒരാശയമാണ് ഈ പുസ്തകരചനയുടെ അങ്ങനെ രചിക്കുന്നതിനുള്ള ഒരു പ്രചോദനം അല്ലെങ്കിൽ കാരണം ആയിട്ട് നിൽക്കുന്നത്. അങ്ങനെ ഒരു 3 വർഷത്തെ പ്രയത്നങ്ങളുടെ ശേഷം ഇന്ന് ആ പുസ്തകം തയ്യാറായിരിക്കുകയാണ്. ഇംഗ്ലീഷിലും മലയാളത്തിലും ഈ ഒരേ ആശയങ്ങൾ തന്നെയുള്ള ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള പുസ്തകങ്ങൾ തയ്യാറായിട്ടുണ്ട്. അതിൽ ഇംഗ്ലീഷിലുള്ള പുസ്തകമാണ് അതിൻ്റെ പ്രിൻറ്റിങ്ങും അതിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. മലയാളം വേർഷൻ പതിപ്പ് കുറച്ച് 1-2 ആഴ്ചക്കകം നമുക്ക് തയ്യാറായി കിട്ടുകയും ചെയ്യും. അങ്ങനെ ഉള്ള ആ പുസ്തകം അത് പലര് വായിക്കുന്നതിനും അതിൽ നിന്ന് എൻ്റെ തനതായിട്ടുള്ള ആശയങ്ങളൊന്നുമല്ല,